നമസ്തേ, മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ പറയുന്നത് വ്യാഴത്തിന്റെ മാറ്റത്തെ കുറിച്ചാണ്. വ്യാഴത്തിന്റെ മാറ്റം 2026 ജൂൺ മാസം 2-ാം തീയതി. നമുക്ക് മലയാള വർഷം ഇടവത്തിലെ 18-ാം തീയതിയാണ്, ഇടവമാസം 18-ാം തീയതിയാണ്. അപ്പൊ ഈ ഒരു മാറ്റത്തില് മീനക്കൂറുകാർക്ക് എങ്ങനെയാണ് മാറ്റങ്ങൾ വരിക എന്ന് നമുക്ക് നോക്കാം. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഇത്രയും നാള് 4-ലായിരുന്നു വ്യാഴം നിന്നത്. 4-ലെ കേന്ദ്രാധിപത്യമാണ്. പക്ഷെ ഗോചരത്തില് നമ്മൾ കേന്ദ്രത്തിനെ ഒന്നും അതൊന്നും അധികമായിട്ട് പറയുന്നില്ല. അപ്പൊ ഒരു വർഷം വലിയ പ്രതിസന്ധി അല്ല, 4-ാം ഭാവമാണ്, നല്ലതാണ്, അങ്ങനെ പോയിരുന്നു. പക്ഷെ ലഗ്നത്തിലായിരുന്നു അവരുടെ ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പൊ ഏഴര ശനിയുടെ കാലഘട്ടമാണ് അത്. ലഗ്നത്തിൽ ശനി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിൽ നിന്ന് വ്യാഴത്തിന്റെ ഒരു മാറ്റം വരുന്നത് വ്യാഴം 5-ലേക്ക് മാറുകയാണ്. വ്യാഴം 5-ലേക്ക് മാറുന്നത് ഏറ്റവും നല്ലതാണ്. കർക്കിടക രാശിയാണ്, വ്യാഴത്തിന് ഉച്ചരാശിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യാഴം 5-ലേക്ക് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപാസനാമൂർത്തികളെയൊക്കെ ഇത്തിരി കൂടി നന്നായി പോഷിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഉപാസന നന്നായിട്ട് ഈ ഒരു വർഷം നടന്നാല് ആ ദേവതകളുടെ നല്ലൊരു അനുഗ്രഹം കിട്ടുന്ന ഒരു സമയമാണ് മീനക്കൂറുകാര്. അപ്പൊ മീനക്കൂറുകാരെ സംബന്ധിച്ച് അവര് ലഗ്നത്തില് ശനീശ്വരൻ ഉണ്ടെങ്കിലും അത് ലഗ്നത്തിലെ പൂരോരുട്ടാതിയുടെ ഒടുവിലത്തെ പാദവും പിന്നെ രേവതിയും നക്ഷത്രമാണ്. അതിൽ ഉത്രട്ടാതിയും രേവതിയും അങ്ങനെയുള്ള നക്ഷത്രങ്ങളാണ് മീനത്തിൽ വരുന്നത്. അപ്പൊ ഈ നക്ഷത്രക്കാര് അവരുടെ ഉപാസനാമൂർത്തികളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, കുടുംബപര ദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിച്ചാല് ഒരു വിഘ്നവും കൂടാതെ ഈ ഒരു വർഷം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴര ശനിയില് ശനി 12-ൽ നിൽക്കുന്ന ദോഷമൊന്നും ലഗ്നത്തിൽ വരുമ്പോ ഇല്ല. അപ്പൊ ആ ഒരു ശനി നമുക്ക് ഏറ്റവും നല്ലതാണ് തരുന്നത്. പിന്നെ പക്ഷെ ഇവിടെ ഒരു കൃത്യനിഷ്ഠമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ വേണം. അപ്പൊ ഈ ഒരു ഉപാസന എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എടുക്കണം. അതല്ലാതെ 2 ദിവസം നേരത്തെ എണീറ്റു നാമം ചൊല്ലി അതുകൊണ്ടൊന്നും കാര്യമില്ല. കൃത്യമായിട്ട് അതിനൊരു നിങ്ങള് ഒരു വർഷം മുഴുവനായിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ നല്ലൊരു ഫലം നമുക്ക് 6-ലേക്ക് വന്നാലും ഒക്കെ അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന എഫേർട്ട് മുഴുവൻ അന്നേരം നമുക്ക് നന്നായിട്ട് ലഭിക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ഗുരുനാഥനെ കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഗുരുനാഥന്മാരുണ്ടാവില്ല. അപ്പൊ എവിടെ നിന്നാണ് കിട്ടുക എന്ന് നമ്മൾ ചിന്തിക്കും. അത് കിട്ടുന്നതല്ല, അത് നമ്മളുടെ പ്രാർത്ഥന മുഖാനെ നമ്മുടെ മുന്നിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ ഓരോ ഗുരുനാഥനെയും നമ്മൾ കണ്ടുപിടിക്കുക. അല്ലാതെ നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടും എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ എത്രയധികം പ്രാർത്ഥിക്കുന്നു അത് നല്ലൊരു ഗുരുനാഥൻ നമ്മുടെ മുന്നിലേക്ക് വരും, ഒരാൾ ചൂണ്ടിക്കാണിക്കാം. അപ്പൊ അതൊക്കെ നല്ലതാണെന്ന് കണ്ട് തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. പിന്നെ അതേപോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇത്ര നാള് മുടക്ക് വന്നിരുന്ന എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു മാറ്റം വരും. നല്ലതിലേക്കാണ് പോകുന്നത്, ഒരിക്കലും ഒരു ദോഷത്തിലേക്കല്ല നമുക്ക് പോകുന്നത്. ഇപ്പൊ നല്ലൊരു വീടുണ്ടാവാം, മക്കള്, അതായത് 5-ാം ഭാവം സന്താന ഭാവമാണ്. അപ്പൊ മക്കൾക്ക് നല്ല ഉയർന്ന ഉദ്യോഗങ്ങൾ കിട്ടാം, വിവാഹങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ വിവാഹ തടസ്സങ്ങളായിട്ട് നിന്നിരുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് 5-ൽ വ്യാഴമൊക്കെ വരുമ്പോ നല്ല ഒരു വിവാഹം ഉണ്ടാവാനും മക്കളൊക്കെ നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേർന്നത് കണ്ട് അങ്ങനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ അതിനേക്കാളൊക്കെ ഉപരിയാണ് ഞാൻ പറഞ്ഞത് ഈ ഉപാസന. നമുക്ക് ഏത് ദേവതകളെയാണോ ഇഷ്ടം അത് നന്നായിട്ട് ഉപാസിച്ചെടുക്കുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-ാമത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ്. പിന്നെ 4-ാം ഭാവത്തിലെ കുടുംബ ദേവതകളിൽ ലഗ്നാധിപനും കൂടിയിട്ടാണ്. അതായത് മീനത്തിന്റെ ലഗ്നാധിപതിയാണ്, മീനത്തിന്റെ അധിപതിയാണ് വ്യാഴം. ആ വ്യാഴമാണ് 5-ൽ പോയി നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ക്ഷേത്രം ഇരിക്കുന്നത് വ്യാഴം ആണ്. അത് 5-ൽ ഉയർന്ന പദവികളാണ് നമുക്ക് വരാനിരിക്കുന്നത്. ഇപ്പൊ എവിടെ പോയാലും നമുക്കൊരു സ്ഥാനമാനങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പം ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പല കുട്ടികളാണെങ്കിൽ വിദേശത്തേക്കൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നന്നായി ടെസ്റ്റ് എഴുതാം. എല്ലാത്തിനും നമ്മൾ എഫേർട്ട് എടുക്കണം എന്ന് പറയുന്നത് വെറുതെ ഒന്നും നമുക്ക് വരുന്നില്ല. ഇവിടെ ഉപാസന ചെയ്താൽ മാത്രമേ നമുക്ക് ആ മൂർത്തികളുടെ ഒരു നല്ലത് നമ്മുടെ കയ്യിലേക്ക് എത്തുക. അതേപോലെ തന്നെ വ്യാഴം ഒരു വർഷമാണ് വ്യാഴം ഗോചരത്തിൽ നിൽക്കുക. ആ ഒരു വർഷം കഴിഞ്ഞ് പിന്നെ 6-ലേക്ക് പോകും. അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ഒരു വർഷം നമ്മൾ ചെയ്യുന്ന ആ കൃത്യനിഷ്ഠമായ മനോഭാവം പിന്നെ ഈ ഒരു അടുത്ത വർഷവും ഒക്കെ അത് അനുഷ്ഠാനം പോലെ നിൽക്കും. അതാണ് ഓരോ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറയുന്നത്.
ഇപ്പൊ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, മുരുകന്റെ അമ്പലത്തിൽ ഷഷ്ടി വ്രതം എടുക്കാം അമ്മമാർക്ക്. അപ്പൊ മക്കൾക്ക് ഏറ്റവും ശ്രേയസ് അനുഗ്രഹമൊക്കെ കിട്ടുവാൻ നല്ലതാണ്. അതുപോലെ ജലരാശിയാണ്. ജലരാശിയിൽ എപ്പോഴും വ്യാഴം എല്ലാ സർവ്വ ഈശ്വരകാരകത്വമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അതേപോലെ തന്നെ ലഗ്നത്തിലാണ്, മീനത്തിലാണ് നിൽക്കുന്നത് ശനി. അപ്പൊ എന്താവും? കാലുവേദന, ശരീര സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, അതൊക്കെ ഈ ശനിയും തരുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി ആകുമ്പോ നമ്മൾ വിചാരിക്കും എന്തേ ഇത്ര നല്ലൊരു സമയമായിട്ട് രോഗം വരുന്നു. അപ്പൊ ലഗ്നത്തില് ശനി നിൽക്കുമ്പോ അത് മീനത്തിൽ നിൽക്കുമ്പോ പാദത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ കാലുവേദന എന്ന് പറയുന്നത് സംഭവം അത് ഉണ്ടായിരിക്കും. നീർക്കെട്ട്, അതൊക്കെ ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാൾ മരുന്ന് തുടർന്ന് കുറച്ച് കഴിച്ചാൽ നല്ലൊരു മാറ്റം വരും. പിന്നെ ഭഗവാന് കുവളത്തിന്റെ മാല കൊടുക്കുക. ഗണപതിക്ക് കറുകമാല കൊടുത്താല് ഏറ്റവും നല്ലതാണ്. കറുകമാല നമുക്ക് ശരീരത്തിന് ടെൻഷനും ഒക്കെ കുറയാനായിട്ട് നല്ലതാണ്. നന്നായിട്ട് ഈ മീനത്തില് എനിക്ക് വേറൊന്നും പറയാനില്ല. 5-ല് വ്യാഴാണ്, ആ വ്യാഴം ഉച്ചസ്ഥനാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ലഗ്നാധിപനും കൂടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് അങ്ങനെ പോയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. രാവിലെ എണീക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ എന്താണോ ഇന്ന് വേണമെന്ന് വിചാരിക്കുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്നത് കേട്ടോ, എല്ലാ കാര്യങ്ങളല്ല പറയുന്നത്, നമ്മളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്താൽ നല്ലൊരു മാറ്റം മീനക്കൂറുകാർക്ക് വരും. രോഗാവസ്ഥകളുണ്ട്, അതിനെ നമ്മൾ വേറെ രീതിയിൽ ഡോക്ടറെ കാണിക്കുകയും ഒക്കെ ചെയ്താൽ നല്ലൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പഠിക്കുന്നതൊക്കെ നന്നായിട്ട് ബുദ്ധിയിൽ നിൽക്കാനും ഒക്കെ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. പാൽപ്പായസം, വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് പാൽപ്പായസം നിവേദിക്കുക, അത് കഴിക്കുക. അതുപോലെ കദളിപ്പഴം നേദിച്ച് കഴിക്കുന്നതും ഉത്തമമാണ്. കൂർമ്മ ബുദ്ധി കിട്ടാനായിട്ട് കദളിപ്പഴം നേദിക്കുക, നമ്മൾ കൊടുക്കുക, അത് വാങ്ങിയിട്ട് നമ്മൾ കഴിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മീനക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഫലമാണ്. ഈ വ്യാഴത്തിന്റെ മാറ്റം, ഈ വർഷത്തിന്റെ വ്യാഴത്തിന്റെ മാറ്റത്തില് ഇവർക്ക് ഏറ്റവും നല്ല ഫലമാണ് വരുന്നത്. ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ചേഴര ശനിയാണ്, ശനി നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ശനീശ്വരനെയും വ്യാഴത്തെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശനിക്ക് കറുത്ത പട്ടില് കറുത്ത ഉഴുന്ന് സമർപ്പിക്കുക. വ്യാഴത്തിന് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് നവഗ്രഹ പൂജ ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ ഈ ഒരു വർഷം ഏറ്റവും നല്ല ശോഭന ഫലമാണ് മീനക്കൂറുകാർക്ക് വരുന്നത്.